ഹലോ വെൽക്കം ടു സാരി കിച്ചൺ. ഇന്ന് ഞാൻ ഒരു ഈസി ആയിട്ടുള്ളൊരു കാർപ്പറ്റ് പുഡിങ്ങാണ് കേട്ടോ ചെയ്യുന്നത്. ചെറിയ കുട്ടികൾക്ക് വരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പുഡിങ്ങാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റാർഡ് പൗഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടാക്കിയിട്ടൊന്നുമില്ല, ചൂടാക്കാത്ത പാൽ തന്നെയാണ്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. 2 കപ്പ് പാൽ വെച്ചിട്ടാട്ടോ നമ്മൾ ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം 1/2 കപ്പ് പാൽ നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് 1/2 കപ്പ് പാലാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടുപ്പത്തേക്ക് വെക്കുക. ചെറിയ പണികൾ മാത്രമേ ഉള്ളൂ ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കട്ട കെട്ടാനോ അല്ല കുക്കാവാത്ത പ്രശ്നമോ ഒന്നും ഉണ്ടാവരുത്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല തിക്കായിട്ട് വരും. ഓവറായിട്ട് തിക്കായിട്ട് കിട്ടണ്ട. പുഡിങ് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഈ ഒരു രീതിയിൽ തിക്കായിട്ട് കിട്ടിയാൽ മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ടൈപ്പ് ബിസ്ക്കറ്റ് വേണം. ഞാനിപ്പോൾ ഓരോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, ചെറിയൊരു പാക്കറ്റ്. അതുപോലെ തന്നെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഉണ്ടല്ലോ, അത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ പുഡിങ്ങിൻ്റെ ട്രേ എടുക്കുക. ഇതിൻ്റെ താഴേക്ക് ആദ്യം മാരിഗോൾഡ് ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഓരോ ബിസ്ക്കറ്റും പൊടിച്ചത് അതൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഫുള്ളും ചേർക്കണ്ട കേട്ടോ, കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ആ ഒരു കസ്റ്റാർഡിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ചൂടാറിന് ശേഷം ചെറുതായിട്ടൊന്ന് ഡെക്കറേഷനും കൂടി ചെയ്യുന്നുണ്ട്. കാർപ്പറ്റ് പുഡിങ് ആയതുകൊണ്ട് ടോപ്പിങ്ങിലാണല്ലോ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുക. ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം സിമ്പിളായിട്ട്. ഞാനിപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. 1 മണിക്കൂർ മതി. ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിക്കോളും. നമ്മുടെ പുഡിങ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം, അല്ല ജസ്റ്റ് സ്പൂൺ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്താലും മതി. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളല്ലേ, പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. താങ്ക്